അഭിനന്ദ താമസിക്കുന്ന തിരുമേനി, അധികം മഹാനഗരയിലെ മന്യ വൈദിക ശ്രേഷ്ഠരെ, ഞങ്ങളുടെ മാതാവിൻ്റെ യോഗത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കടന്നു വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം. Mothers are like buttons. ഒരു വസ്ത്രത്തിൻ്റെ രണ്ട് ഭാഗത്തെ ഒന്നിപ്പിക്കുന്നതാണല്ലോ ബട്ടൺസ്. അത് പൊട്ടിപ്പോകുമ്പോൾ ഏത് മേൽത്തരമായ വസ്ത്രമാണെങ്കിലും അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. ഞങ്ങളുടെ മാതാവ് 61-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പോയി. ഈ സമയത്ത് അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കുന്നത് നന്ദികേടിൻ്റെ അനുഭവം. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ പിതാവിനും എൻ്റെ സഹോദരനും, ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരി, ചേട്ടൻ്റെ ഭാര്യ, ചേച്ചിക്കും, എൻ്റെ ഭാര്യയ്ക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും, ഞങ്ങളുടെ മാതാവിൻ്റെ സഹോദരനും പിതാവിൻ്റെ സഹോദരനും ഈ വാരിക്കോരി തന്ന ഒരു നല്ല അമ്മ. ഇനിയും അത് ഞങ്ങൾക്കില്ലാതെ പോകുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമാണ്. പ്രിയ മാതാവിൻ്റെ നല്ല മാതൃകകൾ പിൻപറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഒരു വാക്ക് നന്ദി പറയുന്നത് മധ്യകല മഹായിടവകയുടെ അധ്യക്ഷൻ ഡോക്ടർ താമസിക്കുന്ന തിരുമേനി ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമാകുന്ന നേതൃത്വം നൽകി വരുന്നു. ഇവന്യ താമസിക്കുന്ന തിരുമേനി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് കൂടി ചേർന്ന് നിന്ന് ആവശ്യമാകുന്ന ആലോചനകളും തീരുമാനങ്ങളും നൽകി ഞങ്ങളെ പ്രാർത്ഥനയിലൂടെ, സാന്നിധ്യത്തിലൂടെ അനുഗ്രഹിച്ച് ഈ സമയം വരെയും ഞങ്ങളോടെയുണ്ട്. ബഹുമാനമുള്ള തിരുമേനിയോടുള്ള നന്ദി, സ്നേഹം കുടുംബത്തിൻ്റെ പേരിൽ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ശ്യാമച്ച തിരുമേനി കടുത്ത ക്ഷീണത്തിലാണെങ്കിലും മാതാവിൻ്റെ യോഗ വാർത്തകൾ തിരുമേനി അറിയിക്കുന്നതായ സമയത്ത് ഞാൻ തിരുമേനി പറഞ്ഞു, തിരുമേനി വരണ്ട, തിരുമേനി ക്ഷീണത്തിലാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, മോനെ ശാന്തം എപ്പോഴാണ് കൊണ്ടുവരുന്നത്, എപ്പോഴാണ് നിങ്ങൾ കോട്ടയത്ത് വരുന്നത്, എപ്പോഴാണ് ഭവനത്തിലെ ശുശ്രൂഷകളൊക്കെ എന്ന് ഇങ്ങോട്ട് വിളിച്ച് തിരക്കുകയും അടുത്ത ക്ഷീണത്തിലും കടന്നു വന്ന് എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനമുള്ള സമാജ തിരുമേനിയുള്ള നന്ദി, സ്നേഹം കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുക. നമ്മൾ തിരുമേനി വളരെ തിരക്കുള്ള ഒരു ദിവസമാണ്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി സമയം ക്രമീകരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥനയിലൂടെ, സാന്നിധ്യത്തിലൂടെ അനുഗ്രഹിച്ച സമാജ തിരുമേനിയോടുമുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് ഞാൻ അറിയിക്കുക. മധ്യകല മഹായിടവകയിലെ വന്യരായ വൈദിക ശ്രേഷ്ഠർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്ന് സാന്നിധ്യം, പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് നൽകി ഈ സമയം വരെയും ഞങ്ങളെ ധന്യരാക്കിയ എല്ലാ അച്ഛന്മാരോടുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് ഞാൻ അറിയിക്കാം. പുതുപ്പള്ളി സഭയിലെ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് ഉചിതമായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ അവിടെ ശുശ്രൂഷയാണ്. മാതാവിൻ്റെ അടുത്ത ക്ഷീണത്തിൽ ഞങ്ങളോട് ചേർന്ന് നിന്ന ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും, നമ്മൾക്ക് ആവശ്യമാകുന്ന നേതൃത്വം നൽകിയ ഭരണസമിതി, സംഘടനാ പ്രവർത്തകർ, പ്രത്യേകിച്ച് ശ്രീജന സഖ്യം അമ്മി എന്ന് വിളിച്ചുകൊണ്ട് ഭവനത്തിൽ കടന്നു വന്നു. യുവജന സുഹൃത്തുക്കൾ അമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ട് കടന്നു വരുന്ന യുവജന സുഹൃത്തുക്കൾ, ഗായക സംഘം, അൽമായ ഫെലോഷിപ്പ് ഭാരവാഹികൾ, നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം. സഭയുടെ ശുശ്രൂഷകൾ,
അപ്പിയാരന്മാർ രണ്ടുപേര് കുടുംബമായി ഞങ്ങളെ ശുശ്രൂഷിച്ച എല്ലാവരോടും നന്ദി സ്നേഹം. പ്രത്യേകമായിട്ട് കഴിഞ്ഞ 4-ാം തീയതി രാവിലെ 5:20 മാതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 5:20 മുമ്പായിട്ട് ആശുപത്രിയിൽ വന്ന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത സഭയിലെ എല്ലാ വിശ്വാസ സമൂഹത്തോടും എല്ലാവരോടും നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ദേവാലയത്തിന്റെ നവീകരണങ്ങൾ പൂർത്തീകരിച്ച് 14-ാം തീയതി കൂദാശ ചെയ്യുവാൻ വിവിധ തിരുമേനിയുടെ സാന്നിധ്യം അത് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. എന്നാൽ മാതാവിൻ്റെ വിയോഗ വാർത്തകൾ പ്രത്യേകമായിട്ട് അവരുടെ മനസ്സുകളിൽ ആഴമായിട്ട് പതിഞ്ഞതിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഇനി അല്പ ദിവസങ്ങൾ ആഘോഷങ്ങളൊന്നും ഇടവകയായിട്ട് വേണ്ട. ദേവാലയ നവീകരണത്തിൻ്റെ കൂദാശ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ദുഃഖത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാ പുതുപ്പള്ളിയിലെ വിശ്വാസ സമൂഹത്തോടും ആ കുടുംബങ്ങളോടും നന്ദി സ്നേഹം ഞാൻ സമയത്ത് അറിയുകയാണ്. കല്ലയിലെ എൻ്റെ കുടുംബാംഗങ്ങളും കടന്നു വന്നു. അവർ യോഗവാർത്ത അറിഞ്ഞ മുതൽ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുകയും ഫോണിൽ കടന്നു വരികയും ഇപ്പോൾ ഈ ശുശ്രൂഷയിലും കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കേണ്ടത് എബനസർ ഹോസ്പിറ്റലിലെ ഡോക്ടർ അപ്പച്ചൻ, ഡോക്ടർ സജി, ഡോക്ടർ സിജി, ഡോക്ടർ മഹേഷ്, എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. പ്രത്യേകമായിട്ട് അവിടെ പേര് പറയേണ്ടത് ഉചിതമാണ്. അമ്മയുടെ അവസാന സമയങ്ങളിൽ വളരെ ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്ന് അതിലൂടെ കൃത്രിമമായ ശ്വാസോച്ഛ്വാസം നടത്തേണ്ടതായ സമയങ്ങളിൽ ഞങ്ങളെ ധന്യരാക്കിയ പ്രതീക്ഷ എല്ലാ മാസവും 21-ാമത്തെ ദിവസങ്ങൾ അതുപോലെ മറ്റു ദിവസങ്ങൾ കടന്നു വന്ന് രക്തപരിശോധനകൾ നടത്തിയ ഡോക്ടർ മാമ, വീനമാമ, കാലിയമാമ, ഇങ്ങനെ ഉള്ള നഴ്സുമാരോടുള്ള നന്ദി സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു. കോയമ്പത്തൂർ ആയുർവേദശാല അവരുടെ സഹകരണം കൊണ്ട് ക്യാൻസർ എന്ന മാരകമായ രോഗത്തിൻ്റെ തീവ്രതകൾ വളരെ ലഘൂകരിക്കുവാനിടയായി. കോയമ്പത്തൂർ ആയുർവേദശാലയുടെ ഉടമസ്ഥൻ കൃഷ്ണകുമാരൻ, നമ്മെ ശുശ്രൂഷിച്ച ഡോക്ടർ രവീന്ദ്രൻ, ഡോക്ടർ സൗമിത്, അതുപോലെ സഹായ സഹകരണം നൽകിയ ഗുണശേഖരൻ ഇവരുടെ നന്ദി സ്നേഹം പ്രത്യേകം അറിയിക്കുകയാണ്. RCCയിലെ ഡോക്ടർ ബീല, ഡോക്ടർ റീച്ചൽ കോശി, ഡോക്ടർ ഇക്ബാൽ ഇവരോടുമുള്ള നന്ദി സമയത്ത് എല്ലാവരും മുമ്പാകെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ മാതാവിൻ്റെയും ഞങ്ങളുടെ പിതാവിൻ്റെയും സഹോദരങ്ങൾ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളോട് കൂടെ ചേർന്ന് നിന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഭവനത്തിൽ കടന്നു വന്ന 2 മരുമക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളുടെ പ്രയാസത്തിൽ ചേർന്ന് എല്ലാവരും നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെയും കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക നേതാക്കൾ പേരുകൾ പ്രത്യേകമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു. കത്തീഡ്രൽ സഭ ഞങ്ങളുടെ പ്രിയ അച്ഛന്മാരെ AK കുറവച്ചൻ, അച്ഛൻ PSC കുറച്ചൻ, അമ്മച്ചന്മാർക്കുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അറിയിക്കുക. അമ്മയുടെ നിന്നും ഞാൻ പഠിച്ചതായ പാഠം, ജീവിതത്തിൻ്റെ ഏറ്റവും വേദനകരമായ അവസ്ഥകളിൽ ക്യാൻസർ എന്ന മാരകമായ രോഗത്തെ അമ്മ തന്നെ ലഘൂകരിച്ചു. എക്സ്ട്രീം സ്റ്റേജിൽ മരണപ്പെടുമ്പോൾ ഒരു പ്രാവശ്യം പോലും പെയിൻ കില്ലർ കഴിക്കാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ഒരാൾ അമ്മയാണെന്ന് ഞാൻ പറയേണ്ടിയിരുന്നു. കാരണം മോർഫീൻ എന്ന പെയിൻ കില്ലേഴ്സ് ഒക്കെയും എബനസർ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്ത് വെച്ചാണ്. ഒരു പ്രാവശ്യം പോലും മോർഫീൻ ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടില്ല, ഒരു പാരസിറ്റമോൾ പോലും കൊടുത്തിട്ടില്ല അമ്മയ്ക്ക്. നടന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പോയിട്ട് വരാമെന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എല്ലാം വിട്ട് ഈ ലോകത്ത് നിന്ന് കിടന്നു. അതുകൊണ്ട് ഞാൻ അമ്മയിൽ നിന്നും
പഠിച്ചതായ ഒരു കാര്യം, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും അതിനെ ലഘൂകരിക്കുന്നത്, അതിനെ നേരിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മുൻപാകെ ഒരു മാതൃകാപരമായി തീർന്നു. ഇപ്പോഴും ഓർക്കുന്നത്, പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായ സമയത്ത്, വേദപുസ്തകം വായിക്കുന്നതായ സമയത്ത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സങ്കീർത്തനങ്ങളാണ്. 150 സങ്കീർത്തനങ്ങളിൽ ഏകദേശം മുഴുവനും അമ്മയ്ക്ക് കാണാപ്പാടമാണ്. വായിച്ചു വരുമ്പോൾ എവിടെയും ഒരു വാക്ക് തെറ്റുമ്പോൾ അത് എന്നെ തിരുത്തും. അപ്പോൾ വചനത്തിലൂടെ ഉള്ള ആഴമായ ബന്ധം, ദൈവിക ബോധ്യം, അയ്യോ എന്ന് വിളിച്ചിട്ടില്ല, ദൈവമേ എന്ന വാക്കുകളാണ് ശ്വാസം കിട്ടാതെ വരുമ്പോൾ. കാരണം ദൈവമാണല്ലോ മൂക്കിൽ ജീവശ്വാസം കൂടിയത്. അതുകൊണ്ട് ദൈവമേ എന്നുള്ള വാക്കുകൾ മാത്രം, അയ്യോ എന്നുള്ള വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കഴിഞ്ഞ നാളുകളിൽ. അതുകൊണ്ട് ഈ മാതാവിൻ്റെ വിയോഗം ഞങ്ങൾ ഏറ്റവും വലിയ ദുഃഖമാണ്. ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെടുന്നു ഇവിടെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ മുന്നിലാക്കി എല്ലാവരോടും നന്ദി, സ്നേഹം പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ കടന്നു വരുന്ന സമയത്തും ഈ നിമിഷം വരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി, സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്